കേരളത്തിലെ പ്രധാന പദ്ധതികൾ. ഭിന്നലിംഗക്കാരെ സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നതിനായി സംസ്ഥാന സാമൂഹിക നീതി വകുപ്പ് ആരംഭിച്ച പുതിയ പദ്ധതിയാണ് മഴവില്ല്. പട്ടികജാതി കോളനികളിലെ അടിസ്ഥാന സൗകര്യ വികസനം ലക്ഷ്യമിട്ട് കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി സ്വയം പര്യാപ്ത ഗ്രാമം പദ്ധതി. കേരള ക്ഷീര വികസന വകുപ്പ് ക്ഷീര കർഷകർക്കും കുടുംബാംഗങ്ങൾക്കും പശുക്കൾക്കുമായി ആരംഭിക്കുന്ന ഇൻഷുറൻസ് പദ്ധതിയാണ് ക്ഷീര സ്വാന്തനം. സർക്കാർ അല്ലെങ്കിൽ സ്വകാര്യ സ്ഥാപനങ്ങളിൽ എത്തുന്ന പൊതുജനങ്ങൾക്ക് കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുന്ന പദ്ധതി നാനോ മാർക്കറ്റ്. ക്ഷീര കർഷകർക്കുണ്ടാവുന്ന നഷ്ടം നികത്താനായി കേരള മൃഗസംരക്ഷണ വകുപ്പ് നടപ്പാക്കുന്ന ഇൻഷുറൻസ് പരിരക്ഷാ പദ്ധതി ഗോ സമൃദ്ധി പ്ലസ്. ഭിന്നലിംഗക്കാരെ സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നതിനായി സംസ്ഥാന സാമൂഹിക നീതി വകുപ്പ് ആരംഭിച്ച പുതിയ പദ്ധതിയാണ് മഴവില്ല്. പട്ടികജാതി കോളനികളുടെ അടിസ്ഥാന സൗകര്യം വികസനം ലക്ഷ്യമിട്ട് കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി സ്വയം പര്യാപ്തം ഗ്രാമം പദ്ധതി. കേരള ക്ഷീര വികസന വകുപ്പ് ക്ഷീര കർഷകർക്കും കുടുംബാംഗങ്ങൾക്കും പശുക്കൾക്കുമായി ആരംഭിക്കുന്ന ഇൻഷുറൻസ് പദ്ധതി ക്ഷീര സ്വാന്തനം. സർക്കാർ അല്ലെങ്കിൽ സ്വകാര്യ സ്ഥാപനങ്ങളിൽ എത്തുന്ന പൊതുജനങ്ങൾക്ക് കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുന്ന പദ്ധതിയാണ് നാനോ മാർക്കറ്റ്. ക്ഷീര കർഷകർക്കുണ്ടാവുന്ന നഷ്ടം നികത്താനായി കേരള മൃഗസംരക്ഷണ വകുപ്പ് നടപ്പിലാക്കുന്ന ഇൻഷുറൻസ് പരിരക്ഷാ പദ്ധതി ഗോ സമൃദ്ധി പ്ലസ്. ജൈവ കൃഷി മാതൃകയിൽ മത്സ്യകൃഷി ജനകീയമാക്കാനുള്ള കേരള ഫിഷറീസ് വകുപ്പിന്റെ പദ്ധതി മുറ്റത്തൊരു മീൻതോട്ടം. ജൈവ കൃഷി മാതൃകയിൽ മത്സ്യകൃഷി ജനകീയമാക്കാനുള്ള കേരള ഫിഷറീസ് വകുപ്പിന്റെ പദ്ധതിയാണ് മുറ്റത്തൊരു മീൻതോട്ടം. പ്രളയത്തിൽ നശിച്ച കാർഷിക മേഖലയെ പുനരുജ്ജീവിപ്പിക്കാൻ കൃഷി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി പുനർജനി. പ്രളയത്തിൽ നശിച്ച കാർഷിക മേഖലയെ പുനരുജ്ജീവിപ്പിക്കാൻ കൃഷി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പുനർജനി. പഠന വൈകല്യമുള്ള കുട്ടികളെ മുഖ്യധാരയിൽ എത്തിക്കുന്നതിനു വേണ്ടി മലപ്പുറം ജില്ലാ ശിശുക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന പദ്ധതി സ്മാർട്ട് ചൈൽഡ്. പഠന വൈകല്യമുള്ള കുട്ടികളെ മുഖ്യധാരയിൽ എത്തിക്കുന്നതിനു വേണ്ടി മലപ്പുറം ജില്ലാ ശിശുക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന പദ്ധതിയാണ് സ്മാർട്ട് ചൈൽഡ്. ഓട്ടിസം ബാധിതരുടെ സമഗ്ര പുരോഗതിക്കായി കേരള സാമൂഹിക സുരക്ഷാ മിഷൻ ആരംഭിച്ച പദ്ധതി സ്പെക്ട്രം. ഓട്ടിസം ബാധിതരുടെ സമഗ്ര പുരോഗതിക്കായി കേരള സാമൂഹിക സുരക്ഷാ മിഷൻ ആരംഭിച്ച പദ്ധതിയാണ് സ്പെക്ട്രം. മുതിർന്ന പൗരന്മാരുടെ ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമാക്കി സംസ്ഥാന സാമൂഹിക നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതി വയോ അമൃതം. മുതിർന്ന പൗരന്മാരുടെ ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമാക്കി സംസ്ഥാന സാമൂഹിക നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് വയോ അമൃതം. ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കുട്ടികളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിനായി എറണാകുളം ജില്ലാ ഭരണകൂടം ആരംഭിച്ച പദ്ധതി റോഷ്നി. ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കുട്ടികളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിനായി എറണാകുളം ജില്ലാ ഭരണകൂടം ആരംഭിച്ച പദ്ധതിയാണ് റോഷ്നി. പദ്ധതിയുടെ ഭാഗമായി തയ്യാറാക്കിയ മലയാള ഭാഷാ പരിജ്ഞാന രേഖയാണ് സമീക്ഷ. പദ്ധതിയുടെ ഭാഗമായി തയ്യാറാക്കിയ മലയാള ഭാഷാ പരിജ്ഞാന രേഖയാണ് സമീക്ഷ. കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ സഹകരണ സംഘങ്ങളെ സ്വയം പര്യാപ്തമാക്കാൻ സഹകരണ വകുപ്പ് ആരംഭിക്കുന്ന പദ്ധതിയാണ് പുനർജനി. കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ സഹകരണ സംഘങ്ങളെ സ്വയം പര്യാപ്തമാക്കാൻ സഹകരണ വകുപ്പ് ആരംഭിക്കുന്ന പദ്ധതിയാണ് പുനർജനി. PSC പരീക്ഷകളിൽ റിപ്പീറ്റ് ചെയ്യുന്ന ചില മഹാന്മാരുടെ അന്ത്യവിശ്രമ സ്ഥലങ്ങൾ പഠിച്ചു വെക്കേണ്ടതുണ്ട്. ഗാന്ധിജിയുടെ അന്ത്യവിശ്രമ സ്ഥലമാണ് രാജ്ഘട്ട്. ഗാന്ധിജി രാജ്ഘട്ട്. ജവഹർലാൽ നെഹ്റു ശാന്തിവനം. ശാന്തിവനം. BR അംബേദ്കർ ചൈത്യഭൂമി. ചൈത്യഭൂമി. ലാൽ ബഹദൂർ ശാസ്ത്രി വിജയ്ഘട്ട്. വിജയ്ഘട്ട്. ഇന്ദിരാഗാന്ധി ശക്തിസ്ഥൽ. ശക്തിസ്ഥൽ. മൊറാർജി ദേശായി അഭയ്ഘട്ട്. അഭയ്ഘട്ട്. ഗുൽസരിലാൽ നന്ദ നാരായൺഘട്ട്. നാരായൺഘട്ട്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് മഹാപ്രയാൺഘട്ട്. മഹാപ്രയാൺഘട്ട്. ജഗ്ജീവൻ റാം
സമദാസ്ഥൽ. ജഗജീവൻ റാം സമദാസ്ഥൽ. ചരൺ സിംഗ് കിസാൻഘട്ട്. ഗ്യാനി സെയിൻ സിംഗ് ഏകദാസ്ഥൽ. പി വി നരസിംഹറാവു ബുദ്ധപൂർണിമ പാർക്ക്. കെ ആർ നാരായണൻ കർമ്മഭൂമി. രാജീവ് ഗാന്ധി വീർഭൂമി. എ ബി വാജ്പേയി രാഷ്ട്രീയ സ്മൃതി സ്ഥൽ. എ പി ജെ അബ്ദുൽ കലാം പേക്കറുമ്പ്. രാമേശ്വരത്തെ പേക്കറുമ്പിലാണ് എ പി ജെ അബ്ദുൽ കലാം അന്ത്യവിശ്രമം കൊള്ളുന്നത്. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. ഇപ്പോൾ ക്ലാസ് കാണുന്നതിന് കൂടെ തന്നെ പഠിച്ചു വയ്ക്കുക. ഗാന്ധിജി രാജ്ഘട്ട്, ജവഹർലാൽ നെഹ്റു ശാന്തിവനം, ബി ആർ അംബേദ്കർ ചൈത്യഭൂമി, ലാൽ ബഹദൂർ ശാസ്ത്രി വിജയ്ഘട്ട്, ഇന്ദിരാഗാന്ധി ശക്തിസ്ഥൽ, മൊറാർജി ദേശായി അഭയ്ഘട്ട്, ഗുൽസരിലാൽ നന്ദ നാരായൺഘട്ട്, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് മഹാപ്രയാൺഘട്ട്, ജഗജീവൻ റാം സമദാസ്ഥൽ, ചരൺ സിംഗ് കിസാൻഘട്ട്, ഗ്യാനി സെയിൽ സിംഗ് ഏകദാസ്ഥൽ, പി വി നരസിംഹറാവു ബുദ്ധപൂർണിമ പാർക്ക്, കെ ആർ നാരായണൻ കർമ്മഭൂമി, രാജീവ് ഗാന്ധി വീർഭൂമി, എ ബി വാജ്പേയി രാഷ്ട്രീയ സ്മൃതി സ്ഥൽ, എ പി ജെ അബ്ദുൽ കലാം പേക്കറുമ്പ്, രാമേശ്വരത്തെ പേക്കറുമ്പ്. PSC എക്സാമിന് ചോദിക്കാവുന്ന ഓർമ്മയിൽ സൂക്ഷിക്കേണ്ട ചില ഊഷ്മാവുകൾ: -273°C കേവല 0. എത്തിച്ചേരുവാൻ കഴിയുന്ന താഴ്ന്ന ഊഷ്മാവാണ് -273°C. -230°C പ്ലൂട്ടോയുടെ അന്തരീക്ഷ ഊഷ്മാവാണ് -230°C. -89.2°C ഭൂമിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഏറ്റവും താഴ്ന്ന ഊഷ്മാവാണ് -89.2°C. -80.2°C രേഖപ്പെടുത്തിയിരിക്കുന്നത് അന്റാർട്ടിക്കയിലാണ്. -39°C മെർക്കുറി ഖരമായി മാറുന്നു. -39°C മെർക്കുറി ഖരമായി മാറുന്നു. 0°C ജലം ഐസ് ആകുന്ന താപനിലയാണ് 0°C. 4°C ജലത്തിൻ്റെ സാന്ദ്രത ഏറ്റവും കൂടുതലുള്ളത് 4°C. 36.8°C ആണ് മനുഷ്യൻ്റെ ശരീരോഷ്മാവ്. 37°C മുട്ട വിരിയുന്നതിനാവശ്യമായ അനുകൂല ഊഷ്മാവാണ് 37°C. 41°C പക്ഷികളുടെ ശരീരോഷ്മാവ്. 58°C ഭൂമിയിൽ രേഖപ്പെടുത്തിയ ഏറ്റവും കൂടിയ താപനിലയാണ് 58°C. 58°C രേഖപ്പെടുത്തിയത് ലിബിയയിലാണ്. 100°C ജലം തിളയ്ക്കുന്നു. 250°C തടിയിൽ തീ പിടിക്കുന്നു. 500°C അമോണിയ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന അനുകൂലമായ ഊഷ്മാവാണ് 500°C. അമോണിയ നിർമ്മാണത്തിന് അനുകൂലമായ ഊഷ്മാവാണ് 500°C. 600°C കുക്കിംഗ് ഗ്യാസ് കത്തുമ്പോൾ. 600°C കുക്കിംഗ് ഗ്യാസ് കത്തുന്നത്. 1063°C സ്വർണത്തിൻ്റെ ദ്രവണാങ്കം. 1063°C ആണ്. 3410°C ടങ്സ്റ്റണിൻ്റെ ദ്രവണാങ്കമാണ്. 3410°C ആണ് ടങ്സ്റ്റണിൻ്റെ ദ്രവണാങ്കം. 5500°C സൂര്യൻ്റെ ഉപരിതലത്തിലെ ഊഷ്മാവ്. സൂര്യൻ്റെ ഉപരിതലത്തിലെ ഊഷ്മാവാണ് 5500°C. 16 മില്യൺ °C സൂര്യൻ്റെ കേന്ദ്രത്തിലെ ഊഷ്മാവാണ്. 16 മില്യൺ °C സൂര്യൻ്റെ കേന്ദ്രത്തിലെ ഊഷ്മാവ്. 5500°C സൂര്യൻ്റെ ഉപരിതലത്തിലെ ഊഷ്മാവും 16 മില്യൺ °C സൂര്യൻ്റെ കേന്ദ്രത്തിലെ ഊഷ്മാവുമാണ്. -273°C കേവല 0. -230°C പ്ലൂട്ടോയുടെ അന്തരീക്ഷ ഊഷ്മാവ്. -89°C ഭൂമി രേഖപ്പെടുത്തിയിരിക്കുന്ന ഏറ്റവും താഴ്ന്ന ഊഷ്മാവാണ് അന്റാർട്ടിക്കയിൽ.
-39 ഡിഗ്രി സെൽഷ്യസ് മെർക്കുറികരമായി മാറുന്നു. 0 ഡിഗ്രി സെൽഷ്യസിൽ ജലം ഐസ് ആകുന്നു. 4 ഡിഗ്രി സെൽഷ്യസിൽ ജലത്തിന്റെ സാന്ദ്രത ഏറ്റവും കൂടുതലാണ്. 36.8 ഡിഗ്രി സെൽഷ്യസിൽ മനുഷ്യന്റെ ശരീരോഷ്മാവ്. 37 ഡിഗ്രി സെൽഷ്യസ് മുട്ട വിരിയാൻ ആവശ്യമായ അനുകൂലമായ ഊഷ്മാവ്. 41 ഡിഗ്രി സെൽഷ്യസ് പക്ഷികളുടെ ശരീരോഷ്മാവ്. 58 ഡിഗ്രി സെൽഷ്യസ് ഭൂമിയിൽ രേഖപ്പെടുത്തിയ ഏറ്റവും കൂടിയ താപനില. 100 ഡിഗ്രി സെൽഷ്യസിൽ ജലം തിളയ്ക്കുന്നു. 250 ഡിഗ്രി സെൽഷ്യസിൽ തടിയിൽ തീ പിടിക്കുന്നു. 500 ഡിഗ്രി സെൽഷ്യസ് അമോണിയയുടെ നിർമ്മാണത്തിന് അനുകൂലമായ ഊഷ്മാവാണ്. 600 ഡിഗ്രി സെൽഷ്യസിലാണ് കുക്കിംഗ് ഗ്യാസ് കത്തുന്നത്. 1063 ഡിഗ്രി സെൽഷ്യസ് സ്വർണത്തിന്റെ ദ്രവണാങ്കം. 3410 ഡിഗ്രി സെൽഷ്യസ് ടങ്സ്റ്റണിന്റെ ദ്രവണാങ്കം. 5500 ഡിഗ്രി സെൽഷ്യസിൽ സൂര്യന്റെ ഉപരിതലത്തിലെ ഊഷ്മാവാണ്. സൂര്യന്റെ ഉപരിതലത്തിലെ ഊഷ്മാവ് 5500 ഡിഗ്രി സെൽഷ്യസ്. 16 മില്യൺ ഡിഗ്രി സെൽഷ്യസ് സൂര്യന്റെ കേന്ദ്രത്തിലെ ഊഷ്മാവാണ്. 16 മില്യൺ ഡിഗ്രി സെൽഷ്യസ് സൂര്യന്റെ കേന്ദ്രത്തിലെ ഊഷ്മാവ്.